കിറ്റക്സ് ഉടമയും 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകനുമൊക്കെയായ സാബു എം ജേക്കബിനെതിരെ i2i ചാനലിലെ സുനിൽ വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. അതായത് കുന്നത്ത് നാടൻ അഡ്വക്കേറ്റ് പി വി ശ്രീനിധനെ നാണം കെടുത്തുന്നതിന് വേണ്ടി ഒരു സ്ത്രീയുടെ പടം മോർഫ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സുനിലിന് ഒരു ചിത്രം അയച്ചു കൊടുത്തുവെന്നും അത് കണ്ടപ്പോൾ തന്നെ സാബു എം ജേക്കബിനെ സുനിൽ ഓടിച്ചുവെന്നും അപ്പോഴാണ് സാബു ഒരു പരമനാറിയാണെന്ന് തനിക്ക് മനസ്സിലായതെന്നും ഒക്കെ സുനിൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്ന കാഴ്ച കാണാൻ ഇടയായി. സുനിൽ വെളിപ്പെടുത്തിയത് എന്തായാലും വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ്. ഒരാളെ അപകീർത്തിപ്പെടുത്താൻ ഒരു സ്ത്രീയുടെ ചിത്രം മോർഫ് ചെയ്യാൻ ഈ സാബു എന്ന് പറയുന്ന വ്യക്തി ആവശ്യപ്പെടുക. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം നീചമായ ഒരു പ്രവൃത്തിയാണത്. അങ്ങനെ സാബു എം ജേക്കബ് ഒരു പെൺകുട്ടിയുടെ, ഒരു സ്ത്രീയുടെ, ഒരു ടീച്ചറുടെ ചിത്രം അയച്ചു കൊടുത്ത് അങ്ങനെ മോർഫ് ചെയ്യാൻ ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാബു ചെയ്തിരിക്കുന്നത് വളരെ വലിയ തെറ്റാണ്. ഒരു ക്രിമിനൽ ഗൂഢാലോചന തന്നെയാണ്. അഡ്വക്കേറ്റ് പി വി ശ്രീനിധൻ MLA അപകീർത്തിപ്പെടുത്താൻ വേണ്ടി സാബു അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സാബു എം ജേക്കബിനെതിരെ കേസെടുക്കേണ്ടതുണ്ട്. ഇനി സുനിൽ സാബു എം ജേക്കബിനെ തകർക്കുന്നതിന് വേണ്ടിയും സാബു എം ജേക്കബിനെ ഇല്ലാതാക്കുന്നതിനും വേണ്ടി അങ്ങനെ പറഞ്ഞതാണെങ്കിൽ സുനിലിനെതിരെ കേസെടുക്കണം. എന്തായാലും സാബു എം ജേക്കബിന്റെ ഇതുവരെയുള്ള പ്രവർത്തികൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അഡ്വക്കേറ്റ് പി വി ശ്രീനിധനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പലവട്ടം ശ്രമിച്ചിട്ടുള്ള ആളാണ് സാബു എം ജേക്കബ്. അതിന്റെ പേരിൽ നിരവധി കേസുകളിൽ പെട്ടിട്ടുള്ള വ്യക്തി കൂടിയാണ് സാബു എം ജേക്കബ്. വിളിക്കാത്ത ചാത്തമുണ്ണാൻ വന്നവൻ എന്ന് തുടങ്ങി ഒരു ദളിത് MLA ഏതൊക്കെ രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ കഴിയുമോ ആ രീതിയിലൊക്കെ അപകീർത്തിപ്പെടുത്തിയതിന്റെ പേരിൽ പലപ്പോഴും കേസിൽപ്പെട്ടിട്ടുള്ള പ്രതി കൂടിയാണ് സാബു എം ജേക്കബ്. അങ്ങനെ സാബു എം ജേക്കബ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ അഡ്വക്കേറ്റ് പി വി ശ്രീനിധനെ നാണം കടത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തി എന്ന് പറയുമ്പോൾ, അതിന് ഇങ്ങനെ ഒരു ശ്രമം നടത്തി എന്ന് പറയുമ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതിലുണ്ട്. ഒരു സ്ത്രീയെ ഉപയോഗിച്ച് അഡ്വക്കേറ്റ് പി വി ശ്രീനിധനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്താൻ ഗൂഢാലോചന നടത്തി എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവകരമായിട്ടുള്ള തലം പരിശോധിക്കണം. അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാബു എം ജേക്കബിനെതിരെ കേസെടുക്കേണ്ടതുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സുനിലിനെതിരെ കേസെടുക്കേണ്ടതുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം എന്തൊക്കെ രീതിയിലുള്ള ഗീർവാണവും പച്ചക്കള്ളവുമാണ് ഈ സാബു എം ജേക്കബ് പ്രചരിപ്പിക്കുന്നത്. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇയാൾ കളിക്കുന്ന അത്രയും നാടകം ലോകത്ത് ആരും കളിക്കുന്നുണ്ടാകില്ല. അതായത് പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയാണ്. എന്നിട്ട് പെരുമാറ്റച്ചട്ടം അങ്ങ് ലംഘിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ സ്റ്റോർ 2020 ഉദ്ഘാടനം ചെയ്യുന്നു. അത് കളക്ടർ പൂട്ടിക്കുകയാണ്. ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് സാബു എന്ന് പറഞ്ഞ് പൂട്ടിക്കുന്നു, അടച്ചു പൂട്ടിക്കുന്നു. അത് നേരെ അഡ്വക്കേറ്റ് പി വി ശ്രീനിധന്റെ തലയിൽ വെച്ച് കിട്ടുന്നു, CPMന്റെ തലയിൽ വെച്ച് കിട്ടുന്നു. എന്നിട്ട് ഈ കാർഡിൽ കുരുക്കിയിട്ടിരിക്കുന്ന കുറച്ച് 2020 പ്രവർത്തകരുടെ കയ്യിൽ കോലും പിടിച്ച് കുറച്ച് പന്തവും കൈ പിടിപ്പിച്ച് ഒരു പ്രതിഷേധം അഡ്വക്കേറ്റ് പി വി ശ്രീനിധനും CPMനെതിരെ നടത്തുകയാണ്. തീർന്നില്ല, നേരതാ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലെ സബ്സിഡി എടുത്ത് കളയണമെന്ന് കളക്ടർ ആവശ്യപ്പെടുകയാണ്, ഉത്തരവിറക്കുകയാണ്. അതും ഈ പറയുന്നത് പോലെ അഡ്വക്കേറ്റ് പി വി ശ്രീനിധന്റെയും CPMന്റെയും തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. എന്ത് സംഭവിച്ചാലും ആ പ്രശ്നങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം ഈ പറയുന്ന അഡ്വക്കേറ്റ് പി വി ശ്രീനിധന്റെ തലയിൽ വെച്ച് കെട്ടുന്ന സാബു എം ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെ സുനിൽ പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും i2iയിലെ സുനിൽ പറഞ്ഞ ഈ ഒരു വെളിപ്പെടുത്തൽ ഇതിനോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. എന്തായാലും അഡ്വക്കേറ്റ് പി വി ശ്രീനിധൻ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്രതികരണമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും സാബു എം ജേക്കബിനെതിരെ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയതിൽ സാബു എം ജേക്കബും ഈ സമയം വരെ പ്രതികരിച്ചിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് വീണയ്ക്കെതിരെ, മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ തൻ്റെ കയ്യിൽ ആറ്റം ബോംബുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച സാബു എം ജേക്കബിനെയൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ സാബു എം ജേക്കബ് എന്തും ഏതുമൊക്കെ ചെയ്തു കൂട്ടും എന്നും ജനങ്ങൾക്ക് നന്നായി അറിയാവുന്നതാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്രയധികം അറിയാവുന്ന ഒരു വ്യക്തി വേറെയില്ല. അതുകൊണ്ടൊക്കെ തന്നെ എന്തായാലും ഈ വിഷയം വ്യക്തമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്, പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതായത് പണി പാളി എന്ന് കാണുമ്പോൾ പലപ്പോഴും പാലം വലിക്കുന്ന സാബുവിനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 2021 കുന്നത്ത് നാടിലെ ജനങ്ങൾക്ക് വലിയൊരു കയ്യബദ്ധം പറ്റി. മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു ജന്തുവിന് അവര് ജന്മം കൊടുത്തു. സ്വയം ഉൽപാദന ശേഷിയില്ലാത്ത ഒരു ജന്തു. ആ ജന്തു എല്ലാ ദിവസവും പൗഡറും ഇട്ട് ഇറങ്ങും രാവിലെ. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ വിചാരിച്ചു എന്താണ് ഈ ജന്തു ഇപ്പോഴും 2020 പഞ്ചായത്തിലേക്ക് മാത്രം വരുന്നത് എന്ന്. കാരണം പുത്തൻകുരിശ് പഞ്ചായത്തിട്ട് പോകില്ല, പൂത്തറക്ക പഞ്ചായത്തിട്ട് പോകില്ല,
തിരുവാണിയൂർ പഞ്ചായത്ത് പോകില്ല, വാഴക്കുളം പഞ്ചായത്ത് പോകില്ല. അവിടെയെല്ലാം ഭരിക്കുന്നത് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല. മീറ്റിങ്ങുകൾ നടക്കുന്നില്ല, വികസനം നടക്കുന്നില്ല. മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആളുകളില്ല. അപ്പോ പൗഡർ ഇട്ട് എല്ലാ ദിവസവും ഇറങ്ങുന്നത് 2020 പഞ്ചായത്തുകളിലേക്കാണ്. അവിടെ ചെല്ലുമ്പോ എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടോ എന്നിങ്ങനെ നോക്കും. അങ്ങനെ നോക്കി നോക്കി എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ പതുങ്ങി അതിനകത്ത് ഈ കാട്ടുമാക്കാന്മാര് കയറിയിരിക്കുന്ന മാതിരി 32 പല്ലും കാണിച്ച് കിട്ടുന്ന കസേരയിൽ കയറിയിരിക്കും. ഒറ്റ ഇരിപ്പ. എന്നിട്ടോ ആരും ഗമനിക്കില്ല. മീറ്റിംഗ് കഴിയും, എല്ലാവരും പിരിയുമ്പോ തിന്നാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറക്കി തിന്നിട്ട് വീണ്ടും ഇറങ്ങി അടുത്ത പഞ്ചായത്തിലേക്ക്, അടുത്ത സ്ഥലത്തേക്ക്. അങ്ങനെ പോകുമ്പോഴാണ് മലയിടത്തുരുത്ത് റോഡില് ഭംഗിയുള്ള, കേരളത്തിൽ കാണാത്ത ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്കൂള് പുള്ളി അവിടെ കയറി ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് എഴുതി വെച്ചു, ഇതിന്റെ തന്ത ഞാനാണ് എന്ന്. അവിടെ നിന്നിറങ്ങി വീണ്ടും പോയി എങ്ങോട്ടാണ്? വെലങ്ങിലേക്ക്. അവിടെ ചെന്നപ്പോ വീണ്ടും ഒരു സ്കൂള്, അവിടെയും കയറി ഉദ്ഘാടനം ചെയ്തു, എഴുതി വെച്ചു, ഇതിന്റെയും തന്ത ഞാനാണെന്ന്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് പട്ടി പ്രസവിച്ച് കിടക്കുന്നത് കണ്ടത്. പുള്ളി അവിടെയും കയറി ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെയും തന്ത ഞാനാണെന്ന്. പൂത്തൃക്ക മഹാസമ്മേളനത്തിൽ, അതായത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കുന്നത്നാട് എം.എൽ.എ. അഡ്വക്കേറ്റ് പി.വി. ശ്രീജനെയും ഒക്കെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് വളച്ചുകെട്ടി അപമാനിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അവസാനം പോലീസ് പിടിച്ച് നല്ല ചാമ്പി എൻ്റെ പൊന്നമ്മച്ചയെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഷൂ വർക്കറായ കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊന്നും സാബു ജേക്കബ് എന്തായാലും പ്രതികരിക്കാനുള്ള സാധ്യതയില്ലെങ്കിലും എന്തായാലും സുനിൽ അത്തരത്തിൽ ഒരു കാര്യം വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും സുനിൽ അതിന്റെ സത്യസന്ധമായ വിവരം ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. സുനിലിന് അതിനുള്ള ബാധ്യതയുണ്ട്. കാരണം ഒരു ഏകാധിപതിക്കെതിരെ, അടിമത്ത സിസ്റ്റം വെച്ച് പുലർത്തുന്ന ഒരാൾക്കെതിരെ ഇത്രയും വളരെ ഗുരുതരമായ ആരോപണം I2Iലെ സുനിലൊക്കെ വെളിപ്പെടുത്തുമ്പോൾ സുനിലിന് അതിന്റെ സത്യസന്ധമായിട്ടുള്ള തെളിവുകൾ ജനങ്ങൾക്ക് മുമ്പിൽ എന്തായാലും അവതരിപ്പിക്കാനും അവരെ അത് കാണിക്കാനുള്ള ബാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ സാബു ജേക്കബ് ഒരു കാരണവശാലും അദ്ദേഹം പ്രതികരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം വീണ വിജയനെതിരെ തൻ്റെ കയ്യിൽ ആറ്റം ബോംബുണ്ടെന്ന് പറഞ്ഞ വ്യക്തിയോട് മാതൃഭൂമി അടക്കമുള്ള ചാനലിലെ റിപ്പോർട്ടർമാർ എന്ത് ആറ്റം ബോംബാണ് തങ്ങളുടെ കയ്യിലുള്ളതെന്ന് ചോദിച്ചപ്പോൾ കമ എന്ന് പറഞ്ഞ ഒരു അക്ഷരം മിണ്ടാതിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊന്നും എന്തായാലും സാബു ജേക്കബ് പ്രതികരിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ I2I ചാനലിലെ സുനിലിനെ പോലുള്ള റിപ്പോർട്ടർക്ക് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ തെളിവുകൾ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് പുറത്തു വിടാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട് എന്നുകൊണ്ട് ഈ പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.